ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഹണി ഡ്രീമി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് അട്ടപ്പാടിയിൽ ചെറിയ മഴച്ചാറിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ഉച്ചയ്ക്ക് മട്ടൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കറിവേപ്പിൻ്റെ ഇല പറിക്കാൻ വന്നതാണ് ടെറസിൽ. അപ്പോൾ ചെടികളൊന്നും അധികം നനഞ്ഞിട്ടുണ്ടാവില്ല, ചെറിയൊരു മഴച്ചാറിൽ വന്നിട്ട് പോയത്. അപ്പോൾ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ എടുത്തിട്ടു. അപ്പോഴാണ് കണ്ടത് ചീര ചെടിയിൽ നല്ല പൂവ് എടുത്തിട്ടുണ്ട്. ഇതൊരു പുളിയുള്ള ചീരയാണ്, നല്ല പരിപ്പിലൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചട്നിയൊക്കെ അരച്ചെടുക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതൊരു ഷുഗർ പൂവെന്ന് പറയും കേട്ടോ. ഷുഗറിനൊക്കെ നമ്മൾ വെള്ളം കാച്ചി കുടിച്ചാൽ നല്ലതാണെന്ന് പറയാം. പിന്നെ മുരിങ്ങേൻ്റെ ഇലയൊക്കെ ഈ കർക്കിടകത്തിൽ അധികം യൂസ് ചെയ്യാൻ പറ്റില്ല, വിഷം എന്നൊക്കെ പറയും. പക്ഷെ മുരിങ്ങയ്ക്ക സാമ്പാർ വെച്ച് കഴിക്കാം. അപ്പോൾ അധികം ഞങ്ങൾ ചേർത്തില്ല കർക്കിടകത്തിൽ. അപ്പോൾ അടുത്തുള്ള വീട്ടിൽ നെല്ലിക്കൊക്കെ നല്ലോണം കായ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തതാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് മട്ടൻ കറി വയ്ക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ താഴോട്ട് വന്നിട്ടുണ്ട്. ഇനി കിച്ചണിൽ പോയിട്ട് മട്ടനൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ നോക്കുകയാണേ. ഇതുപോലെ നല്ല മട്ടനാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്, നല്ല ആടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുപ്പത്താണ് ഒന്ന് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ആദ്യം നമ്മൾ ഈ മട്ടനൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ഒരു 4-5 വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുക്കണം. അടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്, പെട്ടെന്ന് വെന്തും കിട്ടും. മട്ടൻ കറി പെട്ടെന്ന് വേകാനുള്ള മെത്തേഡ്, നമ്മൾ ഈ തേങ്ങയുടെ ചിരട്ടയില്ല ഗൈസ്, അത് നല്ലോണം കഴുകിയിട്ട് പൊട്ടിച്ചിട്ട് ഒരു 4-5 കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ചിരട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകിയിട്ട് പൊട്ടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇടുമ്പോൾ കാണാം ഗൈസ്. അപ്പോൾ മിക്ക ആൾക്കാർക്കും അത് അറിയാം. അപ്പോൾ അറിയാത്തവർക്കുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില അല്ല ഗൈസ്. അതേപോലെ തന്നെ ചിരട്ടിക്ക് നല്ല വിലയുണ്ട്. ആദ്യമൊക്കെ കിലോയ്ക്ക് 10 രൂപയായിരുന്നു കേട്ടോ ചിരട്ടിക്ക്. ഇപ്പം 30 രൂപ ആയിട്ടുണ്ടെന്നാണ് പറയണേ. അപ്പോൾ ചിരട്ടിക്കൊക്കെ നല്ല വിലയുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി ചിരട്ടകളൊക്കെ എടുത്ത് കളയാതെ സൂക്ഷിക്കുകയാണെങ്കിൽ അത് കൊടുത്ത് നമുക്ക് കാശാക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ഈ മട്ടനൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് 4-ാം പ്രാവശ്യം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് അടുപ്പത്താണ് വെച്ച് കൊടുക്കാൻ പോണേ. ഇതിനുള്ള സാധനങ്ങളൊക്കെ ഇനി അരിഞ്ഞെടുക്കാനുണ്ട്. ഞാൻ ഇതിനൊരു 3 സവോള എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതയ്ക്കാനായിട്ട് തൊലിയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. തൊലിയൊക്കെ പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കല്ലിൽ അരകല്ലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. മട്ടൻ മസാല ഇട്ടിട്ടാണ് ഇത് കറി വയ്ക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാണ്. ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പാത്രത്തിലാക്കി വയ്ക്കാം. ഞാൻ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു 3 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മസാലയൊക്കെ ആദ്യം നമ്മൾ മട്ടൻ വേവിച്ചിട്ട് മസാലയൊക്കെ താളിച്ചെടുക്കാം. ആദ്യം നമ്മൾ ഈ മട്ടൻ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കിയിട്ട് അതിലേക്ക് ഞാൻ പൊട്ടിച്ച് വെച്ചിരുന്ന ചിരട്ട ഒരു 4-5 കഷ്ണം കഴുകി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഏതായാലും നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ 4-5 പീസ് ചിരട്ട കഷ്ണം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമ്മൾ ഈ മട്ടൺ വേകുന്നവരേക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് താളിച്ചെടുക്കാം. അടുപ്പത്താകുമ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും. പിന്നെ നമ്മൾ സ്റ്റൗവിൽ വെക്കുകയാണെങ്കിൽ കുക്കറിലൊരു 4-5 വിസിൽ വിട്ടാൽ റെഡിയാകും. അങ്ങനെ മട്ടൻ വെന്തിട്ടുണ്ട്. അത് വേറെ പാത്രത്തിലാക്കിയിട്ടോ. ഇനി അതേ പാത്രത്തിൽ തന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വലിയ ജീരകം പട്ടഗ്രാം ഇട്ട് കൊടുത്തു. പിന്നെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു 3 ടീസ്പൂൺ മട്ടൻ മസാലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ചെറു തീയിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും വിറകൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറു തീയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2-3 സവോള അരിഞ്ഞു വെച്ചതും ഒരു തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം മട്ടൺ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വേവിച്ച് വെച്ചിരുന്ന മട്ടൺ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. തീ അധികം ആളി കത്തരുത്, ശ്രദ്ധിക്കണം, അടി പിടിക്കാൻ സാധ്യതയുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അടി പിടിക്കില്ല, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പാകത്തിനൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി പോലെ വേണമെങ്കിൽ നമ്മൾ നല്ലോണം വറ്റിച്ചെടുത്താൽ മതി. പിന്നെ കറി പോലെ വേണമെങ്കിലും നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുത്താൽ റെഡിയാകും. ഇവിടെ അധികം വെള്ളം ഒഴിക്കുന്ന ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതൊന്ന് മസാലയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മട്ടൻ ഓൾറെഡി നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 2 തിള വന്നത് നമുക്കതൊന്ന് ഇറക്കി വെക്കാം. ഞാൻ ഇതിലേക്ക് കരിവേപ്പില മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മല്ലിയില പുതിനയിലയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതില്ലാത്തത് കൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ കുറച്ച് തീ ആളി കത്തുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിളച്ച് കിട്ടും. അതിന് വേണ്ടി ഞാൻ വിറക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വിറക് വെച്ചത് നല്ല ആളി കത്തുന്നുണ്ട്. അപ്പോൾ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പൂച്ച കുറേ നേരമായിരുന്നു എൻ്റെ കാലിന് ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. അതിന് മട്ടൻ്റെ മണം പിടിച്ച് വന്നതാണ് ഗൈസ്. അപ്പോൾ അതിന് ചോറ് ആദ്യം കൊടുക്കണം, എന്നിട്ട് വേണം ഞങ്ങൾ കഴിക്കാൻ. അപ്പോൾ അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇറക്കി വെച്ചിരിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി, സൺഡേ സ്പെഷ്യൽ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി കഴിച്ച് നോക്കുക ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.